ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസ് നിങ്ങളെവരും കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് വളരെ കൗതുകമുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദമായ ഒരു പഠന റിപ്പോർട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യന് ബോധമുണ്ടായ കാലം മുതൽ തന്നെ നാം സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്തിനാണ് സ്വപ്നം കാണുന്നത്? സ്വപ്നങ്ങൾക്ക് ഫലമുണ്ടോ, അല്ലെങ്കിൽ അതിന് അർത്ഥമുണ്ടോ പോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇന്നും സ്വപ്നം കണ്ടാൽ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്വപ്നവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ സ്വപ്നം നാം കാണുന്നത് ഒരു തരത്തിലുള്ള ലോജിക്കോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള യുക്തിയോ പരസ്പരം നമുക്ക് കാണാൻ സാധിക്കില്ല. അതിന് ചില സ്വപ്നങ്ങൾ നാം കാണുമ്പോൾ പെട്ടെന്ന് മറക്കുകയും ചില സ്വപ്നങ്ങൾ നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. ഇതുപോലുള്ള പഠനങ്ങളെ നാം അന്വേഷിക്കുമ്പോൾ ചില ശാസ്ത്രജ്ഞരിലേക്ക് നമുക്ക് പോയാൽ, അല്ലെങ്കിൽ ചില സാഹിത്യകാരന്മാർക്ക് വിശ്വപ്രസിദ്ധരായ ചില ശാസ്ത്രജ്ഞന്മാരിലേക്ക് നമ്മൾ പോയാൽ നമുക്കിത് കാണാൻ സാധിക്കും. രാമാനുജൻ എന്ന ലോകപ്രശസ്തനായ മാത്തമാറ്റീഷ്യൻ അദ്ദേഹത്തിൻ്റെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടത് സ്വപ്നത്തിലൂടെയാണെന്ന് അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഹാർഡിയോട് പറഞ്ഞ ഒരു ചരിത്രമുണ്ട്. അതുപോലെ തന്നെ ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ മെൻഡൽ സ്വപ്നത്തിലാണ് കണ്ടതെന്ന് ഉള്ള ഒരു പഠനവുമുണ്ട് എന്നുള്ളതാണ്. ബെൻസിനെ കുറിച്ചും, അതായത് കെമിസ്ട്രി പഠനത്തിൽ ബെൻസിൻ എന്ന ഓർഗാനിക് കോമ്പൗണ്ടിനെ കുറിച്ച് അത് സ്വപ്നത്തിലാണ് ബെൻസിനെ കുറിച്ച് കണ്ടതെന്ന് പറയുന്നു. ഇതുപോലെ ഡോസ്റ്റോയ്സ്കി, വാങ്കോക്ക് പോലുള്ള വളരെ ലോകപ്രശസ്തരായ ആളുകൾക്കും ഇതുപോലെ സ്വപ്ന ദർശനത്തിൽ നിന്നാണ് അവരുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടായത് എന്ന് രേഖപ്പെടുത്തി വെച്ചത് നാം കാണുന്നു. എന്താണ് സ്വപ്നം? എങ്ങനെയാണ് നാം സ്വപ്നം കാണുന്നത്? എപ്പോഴൊക്കെയാണ് നാം സ്വപ്നം കാണുന്നത്? സ്വപ്നങ്ങൾ നാം എല്ലാ ദിവസവും കാണാറുണ്ട്. പക്ഷേ പല സ്വപ്നങ്ങളും നമുക്ക് ഓർമ്മയിൽ വരില്ല എന്നുള്ളതാണ്. ചില സ്വപ്നങ്ങൾ മാത്രം നാം കണ്ട് വളരെ ഭയാനകമായ സ്വപ്നം കണ്ട് ഞെട്ടിത്തെറിക്കുകയും നാം ആകെ വിയർത്തു പോവുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങളും ഉണ്ടാകുന്നുണ്ട്. ചില മനോഹരമായ സുന്ദരമായ സ്വപ്നങ്ങൾ നാം കാണാറുണ്ട്. നേരത്തെ ഫ്രോയിഡാണ് സ്വപ്നങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയതും അദ്ദേഹം അതിന് ചില വ്യാഖ്യാനങ്ങൾ നൽകിയും സ്വപ്നത്തിൻ്റെ കണ്ടൻ്റാണ് അതിൻ്റെ പ്രാധാന്യമെന്നും, അതുപോലെ ഹോഫ്മാൻ എന്ന് പറയുന്ന ഒരാൾ, ഒരു വലിയ മനഃശാസ്ത്രജ്ഞൻ, സ്വപ്നത്തിൻ്റെ ഫോമാണ് എന്നും തമ്മിൽ ഒരു വലിയ വിവാദമുണ്ടായിരുന്നു. ഏതായാലും ഇവരൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് പ്രബലമായ തെളിവുകൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ശാസ്ത്രലോകം അതിനെ കൂടുതൽ മുഖവിലക്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ അടുത്താണ് സ്വപ്നങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ വ്യാഖ്യാനങ്ങളും പഠനങ്ങളും പഠന റിപ്പോർട്ടുകളും വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സങ്കല്പം, സ്വപ്നങ്ങൾ നാം കാണുന്നത് നമ്മുടെ ഓർമ്മയുടെ കൺസോൾട്ടേഷനാണ്. അതായത് നമ്മൾ പകൽ പഠിച്ചു വെക്കുന്ന കാര്യങ്ങൾ, പലതും ചെയ്യുന്ന കാര്യങ്ങൾ, പല ബന്ധങ്ങളും നാം പിന്നീടും ഓർമ്മിക്കാൻ വേണ്ടി അതിനെ ഉറപ്പിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് സ്വപ്നം കാണുന്നതെന്നാണ് പല വ്യാഖ്യാനങ്ങളിൽ നാം കാണുന്നത്. നമ്മുടെ മെമ്മറി തലച്ചോറിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് നാം സ്വപ്നം കാണുന്നത് എന്ന് പറയുന്നു. അങ്ങനെ മെമ്മറിയുമായി വലിയൊരു ബന്ധമുണ്ട് എന്നുള്ള ചില വ്യാഖ്യാനങ്ങളുണ്ട്. മെമ്മറി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മെമ്മറിയാണ്. ഇമോഷണൽ മെമ്മറി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇവഞ്ച്വൽ മെമ്മറി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എപ്പിസോഡൽ മെമ്മറി ഉണ്ടായിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള മെമ്മറിയെ പല ഭാഗത്തായിട്ട് അത് കേന്ദ്രീകരിക്കുന്നതിന് പല ഭാഗങ്ങളിലായിട്ടാണ് ഈ പ്രക്രിയ നടക്കുന്നത് എന്നുള്ളതാണ് ഇവരൊക്കെ മുന്നോട്ട് വച്ചിരുന്നത്. എന്നാൽ ന്യൂറോ സയൻസിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി
എലികളിൽ നടത്തിയ ചില പരീക്ഷണങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മൃഗങ്ങൾ സ്വപ്നം കാണാറുണ്ടോ എന്ന്. തീർച്ചയായിട്ടും മൃഗങ്ങൾ സ്വപ്നം കാണാറുണ്ട് എന്നുള്ളതാണ്. മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണം, അതായത് ഒരു ഫുഡ് ബോക്സ്, ഭക്ഷണത്തിൻ്റെ ഒരു ബോക്സ് വെച്ചിട്ട് പല ട്രാക്കുകളിലൂടെ ഗ്ലാസ് സെപ്പറേറ്റ് വെച്ചുകൊണ്ട് പല ട്രാക്കുകളിലൂടെ എലിയെ സഞ്ചരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്, പ്രചോദനം കൊടുക്കുകയാണ്. ഫുഡ് കണ്ട് പക്ഷെ പെട്ടെന്ന് എലിക്ക് ആ ട്രാക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഫുഡിൻ്റെ പ്രചോദനം, ആ ഫുഡ് കണ്ട ആ ഭാഗത്തേക്ക് പോകാനുള്ള അതിൻ്റെ ഒരു ടെൻഡൻസി, ഒരു പ്രവണത, ഇതെല്ലാം നിരീക്ഷിച്ച് ഒടുവിൽ എലി ആ ഫുഡിൻ്റെ അടുത്തേക്ക് സമീപിക്കുമ്പോൾ എലിയിൽ ഉണ്ടാകുന്ന റിവാർഡ്, മെൻ്റൽ റിവാർഡ്, ഈ മെൻ്റൽ റിവാർഡ് അതിൻ്റെ തലച്ചോറിൽ ഒരു മെമ്മറിയായി, ഒരു ഇൻസിഡൻ്റൽ മെമ്മറിയായി അത് രേഖപ്പെടുത്തി വെക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ ഈ എലിയെ ഉറങ്ങുന്ന സമയത്ത് അതിനെ പരിശോധിച്ചപ്പോൾ അതിൻ്റെ തലച്ചോറിൽ ഈ പ്രക്രിയകൾ ആവർത്തിക്കപ്പെടുന്നതായി മനസ്സിലായി. തലച്ചോറിൽ ഇത്തരം പ്രക്രിയകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ അതിൻ്റെ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്നുള്ള ചിത്രം വ്യക്തമാവുകയാണ്. ചില പക്ഷികൾ പാട്ടുപാടുന്നതും ഇത് തന്നെയാണ്. നിരന്തരമായ പ്രാക്ടീസിലൂടെയാണ് പക്ഷികൾ പാടുന്നത്. പക്ഷികളുടെ പാട്ടിനെ കുറിച്ച് ചില പഠനങ്ങൾ നടത്തിയത്, പക്ഷികളുടെ പാട്ട് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ സൗണ്ട് എഫക്റ്റ് പരിശോധിച്ചപ്പോൾ അത് സംഗീതത്തിൻ്റെ ഒരു സ്വഭാവമുള്ള ഒരു രീതിയിൽ അത് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഈ പക്ഷികളെക്കുറിച്ച്, ഈ പക്ഷികൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് വീണ്ടും ഇവയുടെ തലച്ചോറ് പരിശോധിച്ചപ്പോൾ ഈ ശബ്ദതരംഗങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നതായി കണ്ടു. അതായത് നാളത്തേക്കുള്ള പാട്ട് കുറെ കൂടി ഭംഗിയാകാൻ, തൻ്റെ ഇണയെ ആകർഷിക്കുന്നതിന് വേണ്ടി, കുറെ കൂടി മാധുര്യമുണ്ടാകാൻ വേണ്ടി അത് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ തലയിൽ ഉറപ്പിക്കുന്നതായി കണ്ടു. അതുകൊണ്ട് പക്ഷികൾക്കായാലും മൃഗങ്ങൾക്കായാലും സ്വപ്നമുണ്ട് എന്നും അവ ഉറങ്ങുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനൊരിക്കൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, കുറച്ച് നാളുകൾക്ക് മുമ്പാണ്, നമ്മുടെ ഇൻ്റർനെറ്റൊക്കെ വരുന്നതിന് മുമ്പാണ്, പക്ഷികൾ ഉറങ്ങാറുണ്ടോ എന്ന്. യഥാർത്ഥത്തിൽ അന്ന് എനിക്ക് അതിൻ്റെ ഉത്തരം കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നീട് ഞാൻ പല പുസ്തകങ്ങളും റെഫർ ചെയ്ത് ആ കുട്ടിക്ക് ആ ഉത്തരം നൽകുകയും അവനെ കൂടുതൽ ആ വിഷയത്തിലേക്ക് താല്പര്യമായ ചോദ്യം ചോദിക്കുന്ന ഒരാവശ്യവുമായി അവനെ കൂടുതൽ ചലിപ്പിക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. ഇന്ന് ആ കുട്ടി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിൻ്റെ സ്റ്റേറ്റ് ഒരു വലിയ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഭാരവാഹി കൂടിയായ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ന്യൂറോ സ്റ്റഡീസിൽ പഠനങ്ങൾ നാം നടത്തുമ്പോൾ നമുക്ക് പഠനങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ, അതായത് സ്വപ്നങ്ങൾ കേവലം ഓർമ്മയുമായി ബന്ധപ്പെട്ടതല്ല എന്നും സ്വപ്നങ്ങൾക്ക് ചില അർത്ഥങ്ങളുണ്ട് എന്നും പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയാണ്. പരീക്ഷണത്തിലൂടെ എങ്ങനെ തെളിയിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, അത് സ്വപ്നങ്ങൾ നാം കാണുന്ന സമയത്ത്, ഒരുപക്ഷെ നാം സ്വപ്നം കാണുന്നത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഒരു ലോജിക്കുമില്ലാത്ത, ഒരു യുക്തിയുമില്ലാത്ത സ്വപ്നങ്ങളാണ് എങ്കിൽ പോലും ആ സ്വപ്നങ്ങളെ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ഭാവനയിലൂടെ കൊണ്ടുവന്ന് നമുക്ക് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ചലഞ്ചുകളെ, നമ്മുടെ ജീവിതം എല്ലാ ദിവസവും ഒരേപോലെ പോയിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചുകൾ വരും. ഈ ചലഞ്ചുകളെ എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയുമെന്ന് പലപ്പോഴും നമുക്ക് കഴിയാതെ നാം പരാജയപ്പെട്ട് നമുക്ക് ഡിപ്രഷനൊക്കെ വന്നു പോകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രകൃതിപരമായി, പ്രകൃതിശാസ്ത്രപരമായി അല്ലെങ്കിൽ എവല്യൂഷണറായിട്ട് സർവൈവലുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായിരിക്കുന്ന ഒരു വലിയ ഗുണമാണ് സ്വപ്നം കാണുക എന്ന് പറയുന്നത്. അതായത് നമുക്ക് വരാൻ പോകുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ എങ്ങനെ നാം അഭിമുഖീകരിക്കും എന്ന്
നമ്മെ ശക്തിപ്പെടുത്തുന്നതിനാണ് നാം സ്വപ്നം കാണുന്നതെന്ന് ന്യൂറോ സയൻസ് വളരെ കൃത്യമായ പഠനങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ തെളിയിച്ചിരിക്കുകയാണ്. ഇതാണ് സ്വപ്നങ്ങളെക്കുറിച്ചിട്ടുള്ള ചെറിയ ഒരു വിശദീകരണം. വിശദമായ ക്ലാസ്സുകൾക്കായി ഇനിയും നമുക്ക് എപ്പിസോഡുകളിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.